നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പരാജയത്തെ വലിയൊരു തിരിച്ചടിയായാണ് കാണുന്നതെന്നും പരാജയത്തിൽ കാര്യമായ പരിശോധന നടത്തുമെന്നും ഏതെല്ലാം കാര്യങ്ങളിലാണ് തിരുത്തൽ വരുത്തേണ്ടതെന്ന് സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്നും പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഇത്ര വലിയ തരംഗത്തിലും പാലക്കാട് LDF വോട്ടുകളിൽ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും കോങ്ങാട് മണ്ഡലത്തിൽ BJP UDFനെ സഹായിച്ചെന്നും CPM ജില്ലാ സെക്രട്ടറി. എല്ലാ വർഗീയതയും ശക്തിപ്പെട്ട ഒരു ജനവിധിയാണ് കേരളത്തിൽ ഉണ്ടായതെന്നും സ്ഥാപിത താൽപ്പര്യങ്ങൾ ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം A വിജയരാഘവൻ. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവർ ജയിച്ചു എന്നത് വസ്തുതയാണെന്നും പക്ഷേ അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലെന്നും ജനവിധിയുടെ ഉത്തരവാദിത്വം വ്യക്തിക്കല്ലെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം. CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ട സംഭവം ട്രയലാണെന്ന് CPM മുതിർന്ന നേതാവ് AK ബാലൻ. പാർട്ടി ഓഫീസെ ആക്രമിക്കാൻ പ്രചോദനമായത് VD സതീശിൻ്റെ പ്രസ്താവനയാണെന്നും CPM ഒരുങ്ങി നിന്നാൽ ഒരാളും പാർട്ടി ഓഫീസിൽ കയറില്ലെന്നും AK ബാലൻ. കേരളത്തിൽ നിലനിന്ന സമാധാന അന്തരീക്ഷം തകർക്കുന്നതിൻ്റെ ട്രയലാണ് പാലക്കാട് കണ്ടതെന്നും CPM മുതിർന്ന നേതാവ് AK ബാലൻ. യുവനിരയ്ക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും കൊടുങ്ങല്ലൂർ നിയുക്ത MLAയുമായ OJ ജനീഷ്. അതിന് യൂത്ത് കോൺഗ്രസ് എന്ന ടാഗ് ലൈനിൻ്റെ ആവശ്യമില്ലെന്നും വർഗീയതയിൽ ഊന്നിയ വിജയം എന്നത് LDFൻ്റെ എക്കാലത്തെയും ക്യാപ്സൂളാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. KCക്കായി പാലക്കാട്ടും ഫ്ലക്സുകൾ. റിയൽ ലീഡർ KC നയിച്ചു, കേരളം ജയിച്ചു എന്ന വാചകങ്ങൾ ഫ്ലക്സിനുള്ളിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പരാജയത്തെ വലിയൊരു തിരിച്ചടിയായാണ് കാണുന്നതെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. പരാജയത്തിൽ കൃത്യമായി പരിശോധന നടത്തും. ഏതെല്ലാം കാര്യങ്ങളിലാണ് തിരുത്തൽ വരുത്തേണ്ടതെന്ന് സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്യും. ഇത്ര വലിയ തരംഗത്തിലും പാലക്കാട് LDF കോട്ടകളിൽ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും കോങ്ങാട് മണ്ഡലത്തിൽ BJP UDFനെ സഹായിച്ചെന്നും CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. കോങ്ങാട് മണ്ഡലത്തിൽ BJP UDFനെ സഹായിച്ചു. PK ശശിയുടെ വീരവാദങ്ങളെ ഒറ്റപ്പാലത്തുകാർ നിരാകരിച്ചു. ഇവിടെ പ്രേംകുമാർ ചരിത്ര വിജയം നേടി. ചിറ്റൂരിൽ മുരുകദാസിനെ തോൽപ്പിച്ചത് അപരൻ മുരുകദാസ് നേടിയ വോട്ടുകളാണ്. UDF പ്രവർത്തകർ ഓഫീസിലേക്ക് പടക്കമെറിഞ്ഞ് പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു. ഇതിന് പോലീസ് ഉദ്യോഗസ്ഥർ മൗനാനുവാദം നൽകി. 7 സീറ്റ് നേടിയ LDF ഇത്തരത്തിൽ പ്രകടനം നടത്തിയാൽ എന്താവും സ്ഥിതിയെന്ന് ഓർക്കണമെന്നും സുരേഷ് ബാബു പറഞ്ഞു. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ പൊതുവെ നമ്മുടെ കേരളത്തിൽ ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോടൊരു വല്ലാത്ത വെറുപ്പാണല്ലോ. അത് നമ്മളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം അത്രത്തോളം ഭയാനകമാണ് BJPയുടെ രാഷ്ട്രീയം രാജ്യത്തും കേരളത്തിലും. ആ കേരളത്തിൽ വല്ലാതെ അങ്ങോട്ട് വലിയ തോതിൽ പരക്കുമോ എന്നുള്ള ഒരു വലിയ വ്യാപകമായ ഭയാനകത നമ്മുടെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് വർദ്ധിച്ചു വരിക. ആ വർദ്ധിച്ചു വരൽ ഒരു പക്ഷേ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മതരാഷ്ട്രവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുണ്ട്. അത് നന്നായി അവരെ മുതലെടുത്തിട്ടുണ്ട്. കാരണം BJP നിങ്ങളെ ഇപ്പോൾ ശരിപ്പെടുത്തും, അതിനൊന്നും സംരക്ഷിക്കാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് CPMന് ഇല്ല എന്ന് അവരുടെ മനസ്സിനകത്തേക്ക് ഇതിനേക്കാൾ ഭയാനമായ ഒരു അന്തരീക്ഷം അവരുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പാലക്കാട് മണ്ഡലത്തിലെയും അത് തന്നെയാണ്. നമ്മളൊന്നും അത് ഇല്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ BJP വരാതിരിക്കാനുള്ള ഒരു ജാഗ്രത പൊതുവെ പാലക്കാട് മണ്ഡലത്തിൽ എടുത്തു എന്ന് തന്നെയാണ് നമ്മളിതിൽ കാണേണ്ടത്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ഭാവിയിൽ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യുവനിരയ്ക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും നിയുക്ത കൊടുങ്ങല്ലൂർ MLAയുമായ OJ ജനീഷ് പറഞ്ഞു. അതിന് യൂത്ത് കോൺഗ്രസ് എന്ന ടാഗ് ലൈൻ ആവശ്യമില്ല. വർഗീയതയിൽ ഊന്നിയ വിജയം എന്നത് LDFൻ്റെ എക്കാലത്തെയും ക്യാപ്സൂളാണെന്നും OJ ജനീഷ് കൂട്ടിച്ചേർത്തു. തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെമ്പാടും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ UDF തരംഗം ആഞ്ഞടിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. 100-ൽ പരം സീറ്റുകളുമായി UDF അധികാരത്തിലേക്ക് വരുമെന്ന് ആദ്യഘട്ടത്തിൽ UDF നേതാക്കന്മാർ പറഞ്ഞ ഘട്ടത്തിലൊക്കെ തന്നെ അതിനെ വിശ്വാസത്തിലെടുക്കാതെ തള്ളിപ്പറഞ്ഞവരാണ് കൂടുതലും. പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ ഭരണപക്ഷത്ത് വലിയ രീതിയിൽ പരിഹസിക്കുകയും കുറേയേറെ മാധ്യമങ്ങളെങ്കിലും അതിനെയൊക്കെ വലിയ രീതിയിലൊക്കെ ട്രോൾ ചെയ്തൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ 102 സീറ്റുകളോട് കൂടി കേരളത്തിനകത്ത് UDFന് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം തിരുത്തി അധികാരത്തിലേക്ക് വരാൻ വേണ്ടി സാധിച്ചു.
കൊടുങ്ങല്ലൂരിൽ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 111 സീറ്റിലും ലീഡ് ചെയ്ത സമയത്ത് പോലും കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം മൈനസാണ്. തൊട്ടു മുമ്പ് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 10,000 താഴെ വോട്ടിന്റെ മൈനസിലാണ് ആ അസംബ്ലി നിന്നിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നിലയ്ക്ക് പരിഗണിക്കപ്പെടാനും മത്സരിക്കാനൊരു അവസരം ലഭിച്ചു. തെരഞ്ഞെടുപ്പിൽ 8,308 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കാനും സാധിച്ചു. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എല്ലായിടത്തും ആഞ്ഞടിച്ച ഒരു തരംഗം അവിടെയും ഉണ്ടായിട്ടുണ്ട്. SDPI വോട്ടുകൾ എന്തിനു വേണ്ടെന്ന് വെക്കണം എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ വർഗീയത ആരോപിക്കുന്നത്. വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട DYFIയും CPMഉം ഉയർത്തിയ ആരോപണങ്ങൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ദുരന്തം സംഭവിച്ച വയനാട് മണ്ഡലത്തിലെ T സിദ്ദിഖിൻ്റെ ഭൂരിപക്ഷം 5,000-ൽ നിന്നും 45,000-ആയി ഉയർന്നെന്നും ജനീഷ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ട സംഭവം ട്രയലാണെന്ന് CPM മുതിർന്ന നേതാവ് AK ബാലൻ. പാർട്ടി ഓഫീസ് ആക്രമിക്കാൻ പ്രചോദനമായത് VD സതീശിൻ്റെ പ്രസ്താവനയാണെന്നും CPM ഒരുങ്ങി നിന്നാൽ ഒരാളും പാർട്ടി ഓഫീസിൽ കയറില്ലെന്നും AK ബാലൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നിലനിന്ന സമാധാന അന്തരീക്ഷം തകർക്കുന്നതിൻ്റെ ട്രയലാണ് പാലക്കാട് കണ്ടതെന്നും AK ബാലൻ പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞതൊന്നും മറന്നിട്ടില്ലെന്ന VD സതീശൻ്റെ പ്രസ്താവന വന്ന് 1.5 മണിക്കൂറിന് ശേഷമാണ് പാർട്ടി ഓഫീസ് ആക്രമിക്കപ്പെട്ടത്. വർഗീയവാദികളും ഗുണ്ടകളും കേരളത്തിൽ അഴിഞ്ഞാടാൻ പോകുന്നതിൻ്റെ സൂചനയാണ്. സീറ്റ് വർദ്ധിച്ചതിൻ്റെ അഹങ്കാരമാണെങ്കിൽ അതിനെ ചെറുക്കാൻ 35 പേർ ധാരാളമാണ്. ഇടതുപക്ഷ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കാനും അനുവദിക്കില്ല. കോങ്ങാട് ഉൾപ്പെടെ കോൺഗ്രസ് BJP ധാരണ പ്രകടനമാണ്. തളിപ്പറമ്പിലും പയ്യന്നൂരും പേരാമ്പ്രയിലും ഉൾപ്പെടെ തോൽവികൾ പരിശോധിച്ച നടപടി സ്വീകരിക്കുമെന്നും AK ബാലൻ പറഞ്ഞു. ആയിരിക്കാം PK അംഗീകരിക്കാൻ സാധിക്കാത്ത PK ശശിക്ക് എന്തിനാ ഇവർ നിർത്തിയത്? എങ്ങനെയായാലും 18,000-ഓളം വോട്ട് പോയല്ലോ. ഇതേ അഡ്ജസ്റ്റ്മെന്റ് പല സ്ഥലത്തും അവർ നോക്കി. 2,800-ഓളം വോട്ട് ഇവിടെ കുറഞ്ഞു ആയിരിക്കും BJPക്ക്. ഇവിടെ നമുക്ക് ശാന്തേന്റെ കോങ്ങാട് കുറഞ്ഞു. 2021 വോട്ട് ഭൂരിപക്ഷം അങ്ങനെ തന്നെ നിലനിർത്താൻ പറ്റില്ല. പക്ഷെ കിട്ടിയ വോട്ടിൽ ഗണനീയമായ വോട്ട് UDFന് ഇവിടെ കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പോലീസ് അന്വേഷിക്കട്ടെ. നിഷ്പക്ഷമായ ഒരു അന്വേഷണം പോലീസ് നടത്തട്ടെ. ഞങ്ങൾ ഈ ജാഥ വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എറിയാൻ നിന്നതാണ്. ഒട്ടിക്കലും ഉടനെ തന്നെ 2-3 സോഡാ കുപ്പികൾ അങ്ങോട്ടേക്ക് വരികയും ചെയ്തു. അത് കഴിഞ്ഞു തല്ലി, ഓഫീസിൻ്റെ ഉള്ളിൽ കയറി തല്ലി. എന്നിട്ട് മുകളിലേക്ക് കയറാൻ പോകുമ്പോൾ സഖാവ് കൃഷ്ണദാസ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഏത് രൂപത്തിലുള്ള അന്വേഷണ സംഭവം ഉണ്ടാവുക? ഞങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഞങ്ങളെയൊക്കെ തൻ്റെ ശവത്തിൻ്റെ മുകളിൽ കയറ്റിയിട്ടില്ലേ പിന്നെ പോലീസിന് ഓഫീസിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂ? അപ്പം ആ രൂപത്തിലുള്ള ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളത് നിസ്സാരമായിട്ട് കാണുന്നില്ല. ഇത് ഒരു റിഹേഴ്സലാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എല്ലാ വർഗീയതയും ശക്തിപ്പെട്ട ഒരു ജനവിധിയാണ് കേരളത്തിൽ ഉണ്ടായതെന്നും സ്ഥാപിത താൽപ്പര്യങ്ങൾ ഇതിൽ പ്രതിഫലിച്ചിട്ടില്ലെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം A വിജയരാഘവൻ. പാർട്ടിയിൽ നിന്നും പുറത്തുപോയവർ ജയിച്ചു എന്നത് വസ്തുതയാണെന്നും പക്ഷേ അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. ജനവിധിയുടെ ഉത്തരവാദിത്തം വ്യക്തിക്കില്ലെന്നും ഒരു രാഷ്ട്രീയത്തിനാണെന്നും വിജയരാഘവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എത്രയോ മണ്ഡലങ്ങളിൽ BJP വോട്ട് UDFന് പോയതായിട്ട് കാണാൻ. ഇവിടെ തന്നെ ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ഞാൻ നോക്കി. ഇരിങ്ങാലക്കുടയിൽ BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1-ാം സ്ഥാനത്തും കോൺഗ്രസ് 2-ാം സ്ഥാനത്തും CPIയും 3-ാം സ്ഥാനത്തും CPI സ്ഥാനാർത്ഥിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പാർലമെൻറ്റ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പായിട്ട് ആപേക്ഷികമായ പരിശോധനയിൽ BJPയുടെ വോട്ടിൽ ഒരു 7,000 വോട്ടിൻ്റെ കുറവാണ് കണ്ടത് ഈ മണ്ഡലത്തിൽ. ആ 7,000 വോട്ട് കൃത്യമായിട്ട് UDF സ്ഥാനാർത്ഥിയുടെ പെട്ടിയിൽ കാണാനായിട്ട് കൃത്യമായിട്ട് ആ വോട്ടിൻ്റെ ഒരു നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല നമ്മുടേതായ ഒരു രീതിശാസ്ത്രത്തിൽ. അപ്പോൾ കൃത്യമായിട്ട് BJP വോട്ട് കൈമാറ്റം ചെയ്തിരിക്കുന്നത് UDFനാണ്. അത് സതീശൻ കാണൂല, സതീശൻ ഇതൊന്നും കാണൂല. ജയിച്ച് നിൽക്കുന്ന സതീശന് എന്തും പറയാം. അതൊന്നും അതിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ LDF കോട്ടയായ ചേലക്കരയിൽ ചരിത്രം ആവർത്തിക്കുകയാണ് LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. 29,386 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയാണ് പ്രദീപ് ഇത്തവണ കേരളത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം സ്വന്തമാക്കിയത്. മുതിർന്ന നേതാക്കളും മന്ത്രിമാരും പോലും പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ചപ്പോൾ ചേലക്കരയിൽ പ്രദീപ് കാഴ്ചവെച്ചത് സമാനതകളില്ലാത്ത പ്രകടനമാണ്. 2016-ൽ 10,000 വോട്ടുകൾക്കും 2024 ഉപതെരഞ്ഞെടുപ്പിൽ 12,000 വോട്ടുകൾക്കും വിജയിച്ച പ്രദീപ് ഇത്തവണ ആ കണക്കുകളെല്ലാം നിഷ്പ്രഭമാക്കി മുന്നേറി. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേടിയ ഭൂരിപക്ഷം പോലും
8500-ൽ താഴെ നിൽക്കുമ്പോഴാണ് പ്രദീപിൻ്റെ ഈ തിളക്കമാർന്ന വിജയം എന്നതും രാഷ്ട്രീയ നിരീക്ഷകർ പ്രത്യേകം വിലയിരുത്തുന്നു. LDF നിരയിൽ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ് ഒറ്റപ്പാലത്തെ LDF സ്ഥാനാർത്ഥി കെ പ്രേംകുമാർ. 26,777 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അദ്ദേഹം നേടിയത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം പല മണ്ഡലങ്ങളിലും അലയടിച്ചപ്പോഴും പ്രദീപിനെ കൈവിടാൻ ചേലക്കര തയ്യാറായില്ല. പാർട്ടിക്കപ്പുറം UR പ്രദീപ് എന്ന ജനകീയ നേതാവിൻ്റെ വ്യക്തിത്വം, പ്രവർത്തന ശൈലിയും വോട്ടർമാർ നൽകിയ വലിയ അംഗീകാരമായാണ് ഈ വിജയത്തെ കണക്കാക്കുന്നത്. മുതിർന്ന മന്ത്രിമാരും സംഘടനാ നേതാക്കളും അടിപതറിയ തിരഞ്ഞെടുപ്പിൽ വെറുമൊരു MLA ആയിരുന്നതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഭൂരിപക്ഷം സമാഹരിക്കാൻ കഴിഞ്ഞത് പ്രദീപിൻ്റെ ജനപ്രീതിയുടെ തെളിവാണ്. വരും ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിനുള്ളിലെ ചർച്ചകളിൽ പ്രദീപിൻ്റെ ഈ മുന്നേറ്റം വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. KC വേണുഗോപാലിനായി പാലക്കാട്ടും ഫ്ലക്സുകൾ ഉയർന്നു. റിയൽ ലീഡർ KC നയിച്ചു, കേരളം ജയിച്ചു എന്ന വാചകങ്ങളോടുകൂടിയാണ് പാലക്കാട് 5 വിളക്കിന് സമീപം ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നത്. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് കെ പ്രേംകുമാർ. സ്വീകരണത്തിൽ പ്രേംകുമാറിനെ സ്വീകരിക്കാൻ വൻ ജനാവലി തന്നെ ഉണ്ടായിരുന്നു. പൂക്കോട്ടുകാവിൽ നിന്നാണ് സ്വീകരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നമ്മുടെ നാട് നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ 12 അസംബ്ലി മണ്ഡലങ്ങളിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നമുക്ക് നേടാനായത് ഒറ്റപ്പാലം മണ്ഡലത്തിലാണ് എന്നത് അഭിമാനപൂർവ്വം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിന് 35 മണ്ഡലങ്ങളിലാണ് വിജയം നേടാനായത്. ആ 35 മണ്ഡലങ്ങളിൽ ഏറ്റവും ഉയർന്ന 2ാമത്തെ ഭൂരിപക്ഷം ഒറ്റപ്പാലം മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷമാണ് എന്നതും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഒറ്റപ്പാലം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. LDF മണ്ഡലം സെക്രട്ടറി S കൃഷ്ണദാസ്, CPIM ജില്ലാ കമ്മിറ്റി അംഗം M ഹംസ, K സുരേഷ്, CPI ശ്രീകൃഷ്ണപുരം മണ്ഡലം സെക്രട്ടറി S കൃഷ്ണദാസ്, മണ്ഡലം സെക്രട്ടറി K വേണുഗോപാൽ, കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് T സുനിൽ, RJD ഒറ്റപ്പാലം മണ്ഡലം സെക്രട്ടറി TK പ്രകാശൻ എന്നിവർ വിവിധയിടങ്ങളിൽ സംസാരിച്ചു. ഒറ്റപ്പാലം മണ്ഡലത്തിൽ ചിട്ടയായ പ്രവർത്തനം ചരിത്ര ഭൂരിപക്ഷം കൂട്ടാൻ സഹായമായതായി ഒറ്റപ്പാലം നിയോജകമണ്ഡലം സെക്രട്ടറി S കൃഷ്ണദാസ് പറഞ്ഞു. K പ്രേംകുമാർ മണ്ഡലത്തിൽ ചെയ്ത വികസനവും ജനങ്ങളോടുള്ള പെരുമാറ്റവും വോട്ട് വർദ്ധിപ്പിക്കാൻ സഹായിച്ചതായും കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. 2021 ഇരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് K പ്രേംകുമാർ വിജയിച്ചത്. 26,777 വോട്ടിൻ്റെ തകർപ്പൻ ഭൂരിപക്ഷത്തോടെയാണ് MLA ആയിരുന്ന K പ്രേംകുമാർ സീറ്റ് നിലനിർത്തിയത്. 75,362 വോട്ടുകൾ പ്രേംകുമാർ നേടിയപ്പോൾ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PK ശശി 48,585 വോട്ടുകളും NDA സ്ഥാനാർത്ഥി മേജർ രവി 42,476 വോട്ടുകളുമാണ് നേടിയത്. മണ്ഡലത്തിലെ തച്ചനാട്ടുകര പഞ്ചായത്തിൽ മാത്രമാണ് UDFന് മുന്നേറ്റം കാഴ്ചവെക്കാനായത്. മണ്ഡലത്തിലെ മറ്റെല്ലായിടങ്ങളിലും LDF മുന്നിൽ തന്നെ എത്തി. ഒരു ഘട്ടത്തിൽ PK ശശി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. തച്ചനാട്ടുകരയിലെ വോട്ടുകൾ എണ്ണിയതോടെയാണ് PK ശശി 2ാം സ്ഥാനത്തേക്ക് തിരിച്ചു കയറിയത്. കഴിഞ്ഞ തവണ പ്രേംകുമാർ നേടിയ 15,152 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇത്തവണ 26,777 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് LDF പ്രവർത്തകർ. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും S കൃഷ്ണദാസ് നന്ദി പറഞ്ഞു. മാത്രമല്ല, ഒറ്റപ്പാലം മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ലഭിക്കുന്നത്. ഇങ്ങനെ ലഭിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, കഴിഞ്ഞ 5 വർഷക്കാലം MLA എന്നുള്ള നിലയ്ക്ക് പ്രേംകുമാർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. മാത്രമല്ല, മണ്ഡലത്തിലെ ഓരോ ആളുകളുടെയും വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന പ്രവർത്തകനായതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു മതിപ്പാണ് MLA എന്നുള്ള നിലയ്ക്ക് പ്രേംകുമാറിന് ലഭിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ പാർട്ടി സംഘടന കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും നേരിട്ട് ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ സംസ്ഥാനത്തുണ്ടാവുന്ന തെരഞ്ഞെടുപ്പ് ഫലമല്ല ഈ ഒറ്റപ്പാലത്ത് പ്രതിഫലിക്കാറുണ്ട്. ഏത് തെരഞ്ഞെടുപ്പുണ്ടായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച രീതിയിലുള്ള ഒരു വോട്ട് കിട്ടാൻ ആവശ്യമായ ഒരു സംവിധാനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെല്ലാം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലത്തെ വോട്ട് ശതമാനം ഉയർത്തിയ BJP
17,420 വോട്ടുകളാണ് ഇത്തവണ അധികമായി BJPക്ക് ലഭിച്ചത്. അതേസമയം ഷൊർണൂരിൽ വോട്ട് കുറഞ്ഞത് വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സംസ്ഥാനത്ത് 3 സീറ്റ് എന്ന നേട്ടം BJPക്ക് വലിയ ആത്മവിശ്വാസമാണ് ഇത്തവണ നൽകിയിരിക്കുന്നത്. ഇരട്ടി മധുരമായാണ് ഒറ്റപ്പാലത്തും വോട്ട് വർധനയുണ്ടായത്. NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച മേജർ രവിക്ക് ഇത്തവണ 17,420 വോട്ടിൻ്റെ വർധനവുണ്ടാക്കാൻ സാധിച്ചത് വലിയ നേട്ടമായാണ് കാണുന്നത്. 2021 നടന്ന തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച P. വേണുഗോപാലിന് 25,056 വോട്ടാണ് ലഭിച്ചത്. മേജർ രവി ഇത്തവണ 42,476 വോട്ടുകളാണ് നേടിയത്. വോട്ടെണ്ണലിൽ പല സന്ദർഭങ്ങളിലും NDA 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. അവസാന ഘട്ടത്തിൽ തച്ചനാട്ടുകരയിലെ ചില ബൂത്തുകൾ എണ്ണിയപ്പോഴാണ് മേജർ രവി നേരിയ വ്യത്യാസത്തിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. എന്നാൽ ഷൊർണൂരിലെ സ്ഥിതി മറിച്ചായി. NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശങ്കുട്ടിദാസിന് 33,264 വോട്ടുകളാണ് ലഭിച്ചത്. 2021 അത് 36,750 വോട്ടായിരുന്നു. 3,486 വോട്ടുകളുടെ കുറവാണ് ഇത്തവണ ഉണ്ടായത്. ഒറ്റപ്പാലത്ത് പാർട്ടി നേട്ടമുണ്ടാക്കിയതായും BJP ജയിക്കില്ലെന്ന കുപ്രചരണത്തിൻ്റെ ഭാഗമായാണ് ഷൊർണൂരിൽ വോട്ട് കുറവായതെന്നും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ പറഞ്ഞു. ഒരു ഘട്ടം വരെ 2ാം സ്ഥാനം നിലനിർത്തി മുന്നോട്ട് പോയിരുന്നു. എന്നാൽ തച്ചനാട്ടുകര പോലുള്ള സ്ഥലങ്ങളിൽ വൻ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് BJPക്ക് വോട്ട് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ആ 2ാം സ്ഥാനം നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തച്ചനാട്ടുകരയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് BJP വിരുദ്ധ വോട്ടായി അല്ലെങ്കിൽ PK ശശിക്ക് അനുകൂലമായിട്ട് ആ വോട്ട് മാറിയതിൻ്റെ ഭാഗമായിട്ടാണ് തച്ചനാട്ടുകര വോട്ട് എണ്ണുന്ന സമയത്താണ് 2ാം സ്ഥാനം നഷ്ടപ്പെടുന്നത്. അതുവരെ BJP 2ാം സ്ഥാനത്താണ് ഉണ്ടായത്. ഒറ്റപ്പാലത്ത് പാർട്ടിക്ക് വളക്കൂറുള്ള മണ്ഡലം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പിടിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമായിട്ട് ഒറ്റപ്പാലം മാറി എന്നുള്ള കാര്യം കാണാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം പാലക്കാട് യാക്രയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പോലീസ് പെൻഷൻകാരോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് നടത്തുന്നതെന്നും അസോസിയേഷൻ സെക്രട്ടറി KV ലാൽ വാർത്താസമ്മേളനത്തിൽ സൂചിപ്പിച്ചു. സംസ്ഥാനത്ത് നടത്തിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ജീവനക്കാർക്ക് ഉപകാരപ്രദമല്ലെന്ന വ്യക്തതയുണ്ടായിട്ടും പദ്ധതി പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. നികുതി ഇളവുകളുടെ സാധനങ്ങൾ ലഭ്യമായിരുന്ന പോലീസ് ക്യാൻറ്റീൻ്റെ പ്രവർത്തനം ഇന്ന് അവതാളത്തിലാണ്. നടത്തിപ്പിലെ സുതാര്യതയില്ലായ്മയാണ് ക്യാൻറ്റീൻ്റെ ആകർഷണമില്ലാതാക്കിയത്. മെഡിസിപ്പ് ഇന്ന് തട്ടിപ്പിൻ്റെ മേഖലയായി മാറി. മെഡിസിപ്പ് ശാസ്ത്രീയമായി ക്രമീകരിക്കാനും സർക്കാർ തയ്യാറാകുന്നില്ല. 75 പിന്നിട്ട വിരമിച്ച ജീവനക്കാർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന ആവശ്യവും പെൻഷൻ വെൽഫെയർ ബോർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യവും ഇതുവരെ നടപ്പായിട്ടില്ല. പൂർണ്ണ പെൻഷനുള്ള സർവീസ് 20 വർഷമായി കുറയ്ക്കുകയും അപ്പാർട്ട്മെൻറ്റ്സ് പരിഷ്കരിക്കണമെന്നും KV ലാൽ ആവശ്യപ്പെട്ടു. 2004 മുതൽ പെൻഷൻ പരിഷ്കരണ നടപടി വന്നത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഒരു മനുഷ്യൻ്റെ മനുഷ്യായുസ്സിൽ മുഴുവനും സർക്കാരിനെ സേവിച്ചിട്ട്, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിലാകുമ്പോൾ 60 വയസ്സ് വരെ അവർ ജോലി ചെയ്തിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു പെൻഷൻ. അത് സർക്കാർ കൊടുത്തിരുന്നതാണ്. അത് 2004 കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 2013 സംസ്ഥാന ഗവൺമെൻറ് പിൻവലിച്ചു. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. ഇപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ പെൻഷൻ എന്ന് പറയുന്നത് പല രീതിയിലാണ് ഇതിന് പോകുന്നത്. അതിനൊരു നിർവചനം കേന്ദ്ര ഗവൺമെൻറ് പോലും പറ്റുന്നില്ല. സുപ്രീം കോടതിയിൽ ആ കേസുകൾ പോകുമ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് വ്യത്യസ്തമായ നിലപാടുകളാണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. പ്രസിഡന്റ് K. സ്വാമിനാഥൻ, ട്രഷറർ AK യൂസഫ്, VV ബാലകൃഷ്ണൻ, K. ചാമി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളെ വായനയുടെയും അറിവിൻ്റെയും ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്താൻ ലക്ഷ്യം വെച്ച് 20 ദിവസം നീണ്ടു നിൽക്കുന്ന വായനാക്കളരിക്ക് തുടക്കം കുറിച്ചു. വായനാക്കളരിയുടെ ഉദ്ഘാടനം കുഞ്ചൻ സ്മാരക ചെയർമാൻ K. ജയദേവൻ നിർവഹിച്ചു. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാലേ വളരുള്ളൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല. പക്ഷേ പിന്നെന്തിനാ വായിക്കണത്? അതാണ് അദ്ദേഹത്തിൻ്റെ വാചകം. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അത് വളരെ രസമുള്ള വാക്യങ്ങളാണ്, ഗംഭീരമായിട്ടുള്ള വാക്യങ്ങളാണ്.
വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും. നെല്ലൊക്കെ വിളയണത് കേട്ടിട്ടില്ല, ആ വിളയാണ്. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഒരുപക്ഷെ വായനയെ പറ്റിയിട്ട് സ്വാഗത സംഘം ചെയർമാൻ കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു. കുഞ്ചൻ സ്മാരകം സെക്രട്ടറി നാരായണൻ നമ്പൂതിരി വിശിഷ്ടാതിഥിയായി. വായനശാല സെക്രട്ടറി സി കെ ശിവദാസ്, ലൈബ്രറി കൗൺസിൽ ജില്ലാ സമിതി അംഗം സന്ധ്യ ടീച്ചർ, വായനശാല വൈസ് പ്രസിഡന്റ് പി പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പ് എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ 6 വരെ വായനശാലയിൽ വെച്ച് നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ഭാരതപ്പുഴയോട് ചേർന്നുള്ള കുട്ടികളെ പാർക്കിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. ഷൊർണൂർ നഗരസഭയുടേതാണ് പുതിയ പാർക്ക്. കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയാണ് കുട്ടികളുടെ പാർക്കിൻ്റെ നിർമ്മാണം. ഷൊർണൂർ ശാന്തി തീരത്തിന് സമീപം ഭാരതപ്പുഴയോട് ചേർന്നാണ് ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ പാർക്ക് നിർമ്മിക്കുന്നത്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുൻപായിരുന്നു പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നിരുന്നത്. അമൃതം 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാർക്ക് നിർമ്മിക്കുന്നത്. 50 ലക്ഷം രൂപ ചിലവിലാണ് നിർമ്മാണം. 2 കവാടം, ബാത്റൂം സൗകര്യം, ഇരിപ്പിടങ്ങൾ, കുട്ടികൾക്ക് കൂടുതൽ കളിക്കാനുള്ള ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെയാണ് പാർക്കിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കളിക്കാനുള്ള ഉപകരണങ്ങൾ എല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി ടൈൽസ് പതിക്കാനുള്ള വർക്കുകൾ നടക്കാനുണ്ട്. പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. മെയ് അവസാനത്തോടെ പാർക്ക് ഉദ്ഘാടനം ചെയ്യാനാണ് നഗരസഭയുടെ തീരുമാനം. പാർക്ക് തുറന്നു കൊടുക്കുന്നതോടെ കുട്ടികൾക്ക് കളിക്കാൻ ഏറെ സൗകര്യപ്രദമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രകൃതിയെ വർണ്ണാഭമാക്കി പൂവാകുകൾ യാത്രക്കാർക്ക് നയന മനോഹര കാഴ്ചയായി മാറുകയാണ്. ലോകപ്രശസ്തമായ അലങ്കാര പുഷ്പമായ ചുവന്ന വാഗ മഡാഗസ്കറിൽ നിന്നാണ് കേരളത്തിൽ എത്തിയത്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ പാതയോരങ്ങളിൽ പൂത്തുനിന്നു വന്നിരുന്ന കണിക്കൊന്നകൾ ആയിരുന്നുവെങ്കിൽ വേനൽച്ചൂടിനെ അതിജീവിച്ച് നയന കാഴ്ച നൽകുകയാണ് പൂവാകുകൾ. പുഷ്പവർഷം കഴിഞ്ഞ് പൂക്കാലം വിട പറയാൻ ഒരുങ്ങുന്ന സമയത്താണ് പ്രകൃതി സ്നേഹികളുടെ മനസ്സിൽ സന്തോഷം നൽകി പൂവാകപ്പൂക്കൾ പൂത്തു നിൽക്കുന്നത്. പാതയോരത്തെ വൃക്ഷങ്ങൾക്കിടയിൽ ചുവപ്പ് നിറമുള്ള പൂക്കട ചൂടി വാഗമരങ്ങൾ നിൽക്കുന്നത് ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്. കടുത്ത വേനലിൽ പൂക്കുകയും വസന്തം പോകുന്നതോടെ ഇല കൊഴിയുകയും ചെയ്യുകയാണ് പതിവ്. വാഗപൂമരം എന്ന പേരുള്ള ഗുൽമോഹൻ സാമൂഹ്യ ബലവൽക്കരണത്തിന്റെ ഭാഗമായി 1980-കളിലാണ് കേരളത്തിൽ എത്തിപ്പെട്ടത്. ലോകപ്രശസ്തമായ അലങ്കാര പുഷ്പമായ ചുവന്ന വാഗ മഡാസ്കറിൽ നിന്നാണ് കേരളത്തിലെത്തിയത്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ പാതയോരങ്ങളിൽ പൂത്തു നിൽക്കുന്നത് കണിക്കൊന്നകളായിരുന്നു. എന്നാൽ ഇപ്പോൾ റോഡിന് ഇരുവശത്തും വേനൽ ചൂടിനെ അതിജീവിച്ച് നിൽക്കുന്ന ചുവന്ന പൂവാകപ്പൂക്കൾ പ്രകൃതിയെ നയനമനോഹരമാക്കി മാറ്റിയിട്ടുണ്ട്. ഇത്തരം പ്രകൃതി രമണീയമായ പൂമരങ്ങളെ സംരക്ഷിക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകൻ കെ റഹ്മാൻ പറയുന്നത്. മാസങ്ങളിൽ കണിക്കൊന്നയാണ് പാതയോരങ്ങളിൽ പൂത്തു നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ചുവന്ന വാഗയാണ് പൂത്തു നിൽക്കുന്നത്. ഈ ചുവന്ന വാഗയുടെ ചുവന്ന പൂക്കൾ ഈ കറുത്ത റോഡിൽ കിടക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഈ കൊടുംവേനലിൽ പല മരങ്ങളുടെ ഇല പൊഴിഞ്ഞ് മരങ്ങൾ മാത്രമായി നിൽക്കുമ്പോഴാണ് ഈ കണിക്കൊന്ന പൂക്കുന്നത്. ഇതിന് ഗുൽമോഹർ എന്ന പേരും ഉണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വായനക്കാരെ തേടി പുസ്തകങ്ങൾ എത്തിക്കുന്ന വേറിട്ട മാതൃകയായ പുസ്തക വണ്ടിയെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും നേരിട്ടറിയാൻ തൃശ്ശൂർ വിമല കോളേജ് വിദ്യാർത്ഥികൾ കോട്ടായിൽ എത്തി. കോട്ടായി അപ്പുണ്ണിയേട്ടൻ സ്മാരക വായനശാലയുടെ 10 ദിവസത്തെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായാണ് 1ാം വർഷ BA മലയാളം വിദ്യാർത്ഥികൾ എത്തിയത്. വായന സംസ്കാരം ഡിജിറ്റൽ യുഗത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ പുസ്തകങ്ങളെ എങ്ങനെ ജനകീയമാക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ അജേഷ് മാസ്റ്ററും പുസ്തക വണ്ടിയും. കഴിഞ്ഞ 7 വർഷത്തിനിടെ കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുരിശി, കുത്തനൂർ, കുഴൽമന്ദം, മലമ്പുഴ എന്നീ സ്ഥലങ്ങളിൽ 35,000-ഓളം കിലോമീറ്ററുകൾ പിന്നിട്ട് സഞ്ചരിക്കുന്ന ലൈബ്രറി ഗ്രാമീണ മേഖലയിലെ വായനക്കാരിലേക്ക് വിജ്ഞാനം എത്തിക്കുന്ന രീതി വിദ്യാർത്ഥികൾ നേരിട്ട് മനസ്സിലാക്കി. കേവലം പുസ്തക വിതരണത്തിനപ്പുറം ഒരു സാമൂഹ്യ പ്രസ്ഥാനവുമായി വായനശാല എങ്ങനെ മാറുന്നു എന്നതിനെക്കുറിച്ച് വായനശാല ഭാരവാഹികൾ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. 10 ദിവസത്തെ ഇൻറ്റേൺഷിപ്പ് കാലയളവിൽ ലൈബ്രറി സയൻസ്, ഡിജിറ്റൽ ലൈബ്രറി മാനേജ്മെൻറ്റ്, ഗ്രാമീണ വായനശാലകളുടെ പ്രവർത്തനങ്ങൾ, പുസ്തക വണ്ടിയുടെ ഏകോപനം എന്നിവയിൽ വിദ്യാർത്ഥികൾ പ്രായോഗിക പരിശീലനം നേടും. ഭാഷാ പഠനത്തോടൊപ്പം ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങൾ കൂടി പരിചയപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളുടെ സർഗാത്മക വികസനത്തിന് സഹായകമാകുമെന്ന് വായനശാല ഭാരവാഹികൾ പറഞ്ഞു. അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ വായനശാല പ്രതിനിധികളും ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളും പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ പുസ്തക വണ്ടിയുടെ യാത്രയിൽ പങ്കുചേരാനും വായനക്കാരുമായി നേരിട്ട് സംവദിക്കാനും വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഇനി മാറ്റൊലി കാണാം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നു. MLA മാരിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ഉണ്ടാകണമെന്ന് KC പക്ഷം പറയുന്നു.
102 സീറ്റ് നേടി UDF അധികാരത്തിൽ വന്നിട്ടും VD സതീശനെയോ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തത് പാർട്ടിക്കുള്ളിൽ എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കിയിരിക്കും? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ UDFന് മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ ഉണ്ടായ കാരണങ്ങൾ പിണറായി ഗവൺമെൻറ് 10 കൊല്ലക്കാലം ഭരിച്ചു. ആ ഭരണത്തിൽ പ്രതിപക്ഷ നേതാവായി നിയമസഭയിൽ പോരാടിയ ഒരു പോരാളിയായ VD സതീശൻ വർഗീയതയ്ക്കെതിരെയും മതേതരത്തിനു വേണ്ടിയും അദ്ദേഹം പോരാടിയ പോരാട്ടത്തെ നമുക്ക് മറക്കാൻ കഴിയില്ല. ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും ഒരുമിച്ചുകൊണ്ട് നിയമസഭയിൽ കൊണ്ടുവരാൻ പ്രാപ്തനായ ഒരു വ്യക്തിത്വം VD സതീശൻ മാത്രമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം മുഖ്യമന്ത്രിയാവണം. UDF എന്തായാലും ശക്തമായി ഭൂരിപക്ഷം നേടിയിട്ടുണ്ട്. അത് ജനാധിപത്യ കേരളം ആഗ്രഹിക്കുന്ന ഒരു സംഗതിയായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിടിവലി കൂടേണ്ട ഒരാവശ്യവുമില്ല. അർഹതപ്പെട്ട ആൾക്കാർക്കാണ് അത് കൊടുക്കേണ്ടത്. പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് പാർട്ടിയെ ഈ രൂപത്തിലെത്തിക്കാൻ പാടുപെട്ട പണിയെടുത്ത VD സതീശൻ തന്നെയാണ് അതിനർഹൻ. അതിൽ തർക്കത്തിന് പോകുന്നത് ഹൈക്കമാൻഡിൻ്റെ കഴിവുകേടായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇടത് കോട്ടയിലുള്ള അവരുടെ കോട്ടകൊത്തളങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ട് നമ്മുടെ ഫാത്തിമ തഹ്ലിയ, ആ കേരളത്തിലെ ആദ്യ മുസ്ലിം വനിത, ഈ മുസ്ലിം ലീഗിൻ്റെ വനിത എന്ന ആ പദവി കൂടി അവർ ഏറ്റെടുത്തുകൊണ്ട് വൻ വിജയം നേടിയിരിക്കുകയാണ്. അതുപോലെ ഈ CPM-ൽ നിന്ന് വന്ന G. സുധാകരൻ, ഉത്തമമായ ഭരണ നേതൃത്വം കാഴ്ചവെച്ച G. സുധാകരൻ, അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. ഈ വിജയങ്ങളുടെ പകിട്ട് കളയാതെ UDF നേതൃത്വം ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു ഉത്തമ ജനകീയ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരാജയത്തെ വലിയൊരു തിരിച്ചടിയായാണ് കാണുന്നതെന്നും പരാജയത്തിൽ കാര്യമായ പരിശോധന നടത്തുമെന്നും ഏതെല്ലാം കാര്യങ്ങളിലാണ് തിരുത്തൽ വരുത്തേണ്ടതെന്ന് സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്നും പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഇത്ര വലിയ തരംഗത്തിലും പാലക്കാട് LDF വോട്ടുകളിൽ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും കോങ്ങാട് മണ്ഡലത്തിൽ BJP UDFനെ സഹായിച്ചെന്നും CPM ജില്ലാ സെക്രട്ടറി. എല്ലാ വർഗീയതയും ശക്തിപ്പെട്ട ഒരു ജനവിധിയാണ് കേരളത്തിൽ ഉണ്ടായതെന്നും സ്ഥാപിത താൽപ്പര്യങ്ങൾ ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവർ ജയിച്ചു എന്നത് വസ്തുതയാണെന്നും പക്ഷേ അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലെന്നും ജനവിധിയുടെ ഉത്തരവാദിത്വം വ്യക്തിക്കല്ലെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം. CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ട സംഭവം ട്രയലാണെന്ന് CPM മുതിർന്ന നേതാവ് AK ബാലൻ. പാർട്ടി ഓഫീസെ ആക്രമിക്കാൻ പ്രചോദനമായത് VD സതീശൻ്റെ പ്രസ്താവനയാണെന്നും CPM ഒരുങ്ങി നിന്നാൽ ഒരാളും പാർട്ടി ഓഫീസിൽ കയറില്ലെന്നും AK ബാലൻ. കേരളത്തിൽ നിലനിന്ന സമാധാന അന്തരീക്ഷം തകർക്കുന്നതിൻ്റെ ട്രയലാണ് പാലക്കാട് കണ്ടതെന്നും CPM മുതിർന്ന നേതാവ് AK ബാലൻ. യുവനിരയ്ക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും കൊടുങ്ങല്ലൂർ നിയുക്ത MLA-യുമായ OJ ജനീഷ്. അതിന് യൂത്ത് കോൺഗ്രസ് എന്ന ടാഗ് ലൈനിൻ്റെ ആവശ്യമില്ലെന്നും വർഗീയതയിൽ ഊന്നിയ വിജയം എന്നത് LDFൻ്റെ എക്കാലത്തെയും ക്യാപ്സൂളാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. KC-ക്കായി പാലക്കാട്ടും ഫ്ലക്സുകൾ. റിയൽ ലീഡർ KC നയിച്ചു, കേരളം ജയിച്ചു എന്ന വാചകങ്ങൾ ഫ്ലക്സിനുള്ളിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.